കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് കരിങ്കുറിഞ്ഞി. സമൂലം ഔഷധമായ സസ്യം. വാതരോഗങ്ങളുടെ ചികിത്സയ്ക്ക് മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നല്ലതാണ്. പല ഔഷധങ്ങളും പലഹാരങ്ങളുടെ രൂപത്തിൽ നമ്മുടെ പൂർവികർ പാചകം ചെയ്യാറുണ്ട്. പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയ കരിങ്കുറിഞ്ഞി പുട്ടാണ് ഇന്നത്തെ പ്രാതൽ. പറമ്പിലെ കരിങ്കുറിഞ്ഞിയിൽ നിന്നും 2 പിടി ഇലകൾ അമ്മ പൊട്ടിച്ചെടുത്തു. വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തു. ഇനി അരച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് വെണ്ണ പോലെ അരച്ചെടുക്കാം. 2 ഗ്ലാസ് പുട്ടുപൊടി ഉപ്പും ചേർത്ത് പാത്രത്തിലേക്ക്. നാളികേരം ചിരകിയത് വിതറി അരച്ചെടുത്ത കരിങ്കുറിഞ്ഞി മേലേക്കൊഴിച്ചു. ഇനി നനച്ചെടുക്കാം. ആവശ്യാനുസരണം കരിങ്കുറിഞ്ഞി ചേർത്ത് കൊടുക്കാം. വെള്ളനിറം പതിയെ പച്ചയ്ക്ക് വഴിമാറി. ചിരട്ടയിൽ തേങ്ങ വിതറി പുട്ടുപൊടി നിറച്ചു. പുട്ടുപൊടിയും കരിങ്കുറിഞ്ഞിയും ചേർന്ന് പച്ച നിറത്തിൽ ചിരട്ടയിൽ നിറഞ്ഞു. മുകളിൽ കുറച്ചുകൂടി തേങ്ങ വിതറി ഇനി ആവിയിലേക്ക്. മുകളിൽ അടപ്പ് വെച്ചു. പുട്ട് പാകമായെന്നറിയിച്ച് ആവി അടുപ്പിനെ വകഞ്ഞു മാറ്റി പുറത്തേക്ക്. ആവിയിൽ നിന്നും പുട്ട് വാഴയിലയിലേക്ക്. ആവി പറക്കുന്ന പുട്ടിന് ചാരെ പൂവമ്പഴവും പപ്പടവും. കരിങ്കുറിഞ്ഞി പുട്ടിന് ഒപ്പം കഴിക്കാൻ പഴമോ പപ്പടമോ കറികളോ ഒന്നും വേണമെന്നില്ല. വെറുതെ കഴിച്ചാലും മതി. ആരോഗ്യപ്രദമായ കരിങ്കുറിഞ്ഞി പുട്ടിനൊപ്പം ഒരു കട്ടൻ ചായ കൂടിയാവാം. ഇഞ്ചി ചതച്ച് തേയിലപ്പൊടിയും ആവശ്യമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചെടുത്ത കട്ടൻ ചായ. കരിങ്കുറിഞ്ഞി പുട്ടും ഇഞ്ചിക്കട്ടനും പ്രാതൽ ഗംഭീരം.